സംസ്ഥാനത്ത് ശക്തമായ മഴ കനക്കുന്നു. ആലുവ പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ പെരുമ്പാവൂർ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. പുഴയുടെ തീരത്ത് താമസിക്കുന്ന കുടുംബങ്ങളെ സുരക്ഷ മുൻനിർത്തി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ബന്ധുക്കളുടെ വീടുകളിലേക്കും മാറ്റിപ്പാർപ്പിച്ചു. പെരുമ്പാവൂർ നഗരസഭാ പരിധിയിലുള്ള കാഞ്ഞിരക്കാട് പള്ളിപ്പടിയിലെ 11 വില്ലകളിലാണ് വെള്ളം കയറിയത്. ഇവിടെയുള്ള മിക്ക കുടുംബങ്ങളെയും ബന്ധുവീടുകളിലേക്ക് മാറ്റി. ഒരു കുടുംബത്തെ പള്ളിപ്പടിയിലെ മദ്രസ ഹാളിൽ തുറന്നിട്ടിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പിലേക്കും മാറ്റി. വേങ്ങൂർ പഞ്ചായത്തിലെ സൊസൈറ്റി പാലവും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. പാലവും റോഡും വെള്ളത്തിനടിയിലായതോടെ ഇതുവഴിയുള്ള യാത്രയും തടസ്സപ്പെട്ടു. മുൻപ് പ്രളയമുണ്ടായപ്പോൾ പെരുമ്പാവൂർ മേഖലയിൽ ആദ്യം വെള്ളം കയറിയ പ്രദേശമാണിത്. ക്രാരിയേലി, കൊച്ചുപുരയ്ക്കൽ കടവ് പ്രദേശങ്ങളിൽ പുഴയുടെ തീരത്ത് താമസിക്കുന്ന കുടുംബങ്ങളെയാണ് സുരക്ഷ മുൻനിർത്തി മാറ്റിയിരിക്കുന്നത്. ജലാശയങ്ങൾക്കരികിൽ താമസിക്കുന്ന മറ്റുള്ളവരോട് ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട്. ഇതിനിടെ പെരിയാറിലൂടെ ആനയുടെ ജഡം ഒഴുകിപ്പോയിരുന്നു. പെരുമ്പാവൂർ വല്ലംപാറക്കടവ് പാലത്തിന് മുകളിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ ലഭിച്ചത്. കിഴക്കൻ മേഖലയിൽ മഴ ശക്തമായപ്പോൾ ആ ഭാഗത്തു നിന്നും അപകടത്തിൽപ്പെട്ട് ഒഴുകി വന്നതാകാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. കോർണർ സെറ്റി 13,000 രൂപ മുതൽ, ദിവാൻ കോട്ട് 4,800 രൂപ വിലയുള്ളത് 3,800 രൂപ, 3 ഡോർ അലമാരകൾ 9,500 രൂപ മുതൽ. ഈ ഓഫറുകൾ ചുരുങ്ങിയ നാളുകൾ മാത്രം. ശ്രീ ബാലാജി കർട്ടൻസ് ആൻഡ് ഫർണിച്ചർ, നിയർ ചക്കനാട്ട് ടെമ്പിൾ, വെസ്റ്റ് കരിവേലിപ്പടി.